ഗായത്രി പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് സിനിമയിലെ സ്ഥിരം പല്ലവി എന്ന് ഗായത്രി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരാണ്, പിന്നെ എൻ്റെ കൂടെ അങ്ങനെ കോമ്പിനേഷൻ അങ്ങനെ വന്നിട്ടില്ല ലേഡീസൊക്കെ. നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഞാൻ മാത്രമല്ലേ അന്നത്തെ ലേഡിയിൽ അങ്ങനെ. അല്ല ഞാൻ പിന്നെ ഇവിടെ നിന്ന് പോയില്ല, കേരളത്തിൽ നിന്ന് പോയി ചെന്നൈയിൽ പോയതിന് ശേഷം പിന്നെ ഇപ്പോൾ ഈ ഇടയ്ക്കാണ് ഇവിടെ വന്ന് ഫ്ലാറ്റൊക്കെ വാങ്ങിച്ച സ്വന്തമായിട്ട് സമാധാനമായിട്ട് സെറ്റിൽഡായി. ലൈഫ് ഈസ് സെറ്റിൽഡ്. എനിക്ക് ആരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ആവശ്യമില്ല, ആരുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം മണിയമ്പിളരാജ് ഒരു വാക്ക് പറഞ്ഞു പണത്തിന് വേണ്ടിയെന്ന്. പണത്തിൻ്റെ ആവശ്യമില്ല. എൻ്റെ ഹസ്ബൻഡ് ന്യൂസിലാൻഡിലാണ്. ഐ എം വെൽ സെറ്റിൽഡ്. എനിക്കങ്ങനെ ആരെയും അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പിന്നെ ദൈവവിശ്വാസികളാണ്. എനിക്കൊരു മകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും ആരെയും ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. കാശിന് യാതൊരു ബുദ്ധിമുട്ടുള്ള ഒരാളുമല്ല ഞാൻ. ഇപ്പോൾ മാത്രമാണ് ഈ ഒരു പരാതിയുമായിട്ട് രംഗത്ത് വന്നത്. നേരത്തെ ഇത് വെളിപ്പെടുത്തുക എന്തെങ്കിലും ചെയ്തിരുന്നു. 2013 കേരള കൗമുദി അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തതാണ്. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിനോട് പൊരുത്തപ്പെടാതെ മിനു കുര്യൻ മലയാള സിനിമ വിടുന്നു എന്ന് പറഞ്ഞു. എൻ്റെ വളരെ ഹെഡ് ഇതായിട്ട് വന്നതായിരുന്നു. ആരും മൈൻഡ് ചെയ്തില്ല. ഒന്ന് എന്ത് സംഭവിച്ചെന്ന് പോലും ആരും വിളിച്ചിട്ടില്ല. സാക്ഷി പറയേണ്ടി വരികയാണെങ്കിൽ ഗായത്രി മാത്രമാണ് ഒരു സാക്ഷിയായിട്ടുള്ളത്. തെളിവുകൾ, അതാണ് ചോദിക്കുന്നത്. തെളിവുകൾ എന്തെങ്കിലും കൈവശമുണ്ടോ? തെളിവുകൾ എന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകൾ തന്നെ പറയുന്നത് തന്നെയാണ് തെളിവ്, ഏറ്റവും വലിയ തെളിവ്. അത് അവർ ചെയ്തില്ല എന്ന് അത് തെളിയിക്കേണ്ടത് അവരുടെ ചുമതല. ഞാൻ വ്യക്തിമാണ്, ഞാൻ ഇരയായ ആളാണ്. ഇതിൻ്റെ മെൻ്റൽ അഗ്നിയും അനുഭവിച്ച ഒരാളെ ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സ് നീറിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഇത്രത്തോളം ഞാൻ വിഷമിച്ചു, എനിക്ക് നീതി കിട്ടിയില്ല, ഞാൻ ആരോട് ഷെയർ ചെയ്യും എന്ന് വിഷമിച്ചിരിക്കുമ്പോൾ ദൈവം തന്നെ ഒരുക്കി തന്ന ഒരു അവസരമാണിത് ഞാൻ കാണുന്നത്. ഈ അമ്മയുടെ തലപ്പത്തെല്ലാം തന്നെ പുരുഷ താരങ്ങളാണ്. അതെ, അത് ആ ഒരു സംവിധാനം മാറി വനിതാ താരങ്ങൾ. തീർച്ചയായിട്ടും അവിടെ സ്ത്രീകൾ തന്നെ വരണം. അങ്ങനെ സ്ത്രീകൾക്ക് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം അവിടെ പോയി പറയാൻ വേണ്ടി ഈ വനിതയെ കണ്ട് പറയാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. എന്തുകൊണ്ട് അത് ശരിക്കും അത് മാറണം. ഈ അമ്മ എന്ന സംഘടനയിൽ സ്ത്രീകളുടെ തലപ്പത്ത് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റും അങ്ങനെ വരട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു വളരെ സേഫ്റ്റി ഉണ്ടാവുകയാണ്. അതുകൊണ്ട് ഈ പഴയ ആൾക്കാരെ തന്നെ പിടിച്ച് യങ്സ്റ്റേഴ്സ് എന്ത് നല്ല ആൾക്കാരാണ്. ഈ ടോവിനോനൊക്കെ പിടിച്ചാക്കുന്നേ. ടോവിനൊക്കെ നല്ല മിടുക്കന്മാർ പയ്യന്മാരല്ല. ആസിഫ് അലി അങ്ങനെയുള്ള യങ്സ്റ്റേഴ്സ് കയറി വരട്ടെ. അവരെയൊക്കെയാണ് അമ്മയുടെ ഇത് കൊണ്ടുവരുന്നത്, അല്ലാതെ ഇവരൊന്നും അല്ല. കാരണം എന്തെല്ലാം നടന്നിരിക്കുന്നു. ഇവരാരും ഈ പറഞ്ഞ മമ്മൂക്ക പോലും ഒന്ന്, ഹീസ് ആൻ അഡ്വക്കേറ്റ്, ഹീസ് എ ലോയർ ആൻഡ് ഹീ ഈസ് നോട്ട് റെഡി ടു റിയാക്ട്. ആൻഡ് ഇവരെയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം ഇങ്ങനെ സംഭവം നടക്കാൻ പാടില്ല. അപ്പം നമുക്കൊക്കെ ഒരു അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ അയാൾ ഹീസ് ദേ, നമുക്ക് സേഫ്റ്റി തോന്നും പെൺകുട്ടികൾക്ക്. പക്ഷെ അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്നത് വളരെ സങ്കടപരമായിട്ടുള്ള കാര്യമാണ്. അതെന്താണ് അതോട്ടെ. അപ്പോൾ പ്രതികരിക്കാൻ കഴിവുള്ള, ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ എനിക്ക് ടോവിനോനെ നേരിട്ട് പരിചയമില്ല. പക്ഷേ ടോവിനോയുടെ ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടപ്പോൾ ടോവിനൊക്കെയാണ് തലപ്പത്തിരിക്കാൻ യോഗ്യതയായിട്ടുള്ള. പാർവതി, ടോവിനോ, ആസിഫ് അലി, പിന്നെ ഉണ്ടല്ലോ ആരോ പറഞ്ഞല്ല. അങ്ങനെ അതാണ് പറയുന്നത്. ഈ സീനിയേഴ്സ് മാറണം. അപ്പോൾ ഈ പഴഞ്ചൻ സംസ്കാരവും മാറും. സീനിയേഴ്സിനെ മാറ്റിയാൽ പുതിയ ഒരു ന്യൂ ട്രെൻഡ് വരും. അതാണ് പറയുന്നത്. ഐ ഫീൽ പിറ്റി ഓൺ ദം. ആണുങ്ങളായ നട്ടൽ വേണം. അല്ലെങ്കിൽ പിന്നെ സിനിമാ ഫീൽഡിൽ നിൽക്കരുത്. അഭിനയിക്കാൻ മാത്രം കഴിവുപോരാ. നീതിക്കും കൂടി വേണ്ടി നിൽക്കണം. ഞങ്ങളെപ്പോലുള്ള പെൺകുട്ടികളാണ്, ഞങ്ങൾ കേരളക്കാരാണ്, ഞങ്ങൾ മലയാളികളാണ്, അവരുടെ സഹോദരികളാണ്. അവർക്ക് സേഫ്റ്റി കൊടുക്കാനുള്ള ഒരു നട്ടൽ നിങ്ങൾക്കില്ലെങ്കിൽ പ്ലീസ് ഗോ അവേ ഫ്രം ദിസ് ഫീൽഡ്. നോട്ട് വർത്ത് ടു ബി ഹിയർ. അല്ലേ? അതാ ഞാൻ പറയുള്ളൂ. അതെ, സിനിമയിലെല്ലാം ഹീറോയാണ്, അതോടെ വലിയ ഡയലോഗാണ്. ഒരു യഥാർത്ഥ സംഭവം നടക്കുമ്പോൾ ഇവർ പുറകോട്ട് നിൽക്കുന്നത്. എന്ത് സംഭവം ആയിക്കോട്ടെ, ഇപ്പം ദിലീപിൻ്റെ പ്രശ്നമായിക്കോട്ടെ, കാവ്യ മാധവൻ, മഞ്ജുവിൻ്റെ പ്രശ്നമൊക്കെ, അവിടെയൊക്കെ ബോൾഡായിട്ട് നിൽക്കേണ്ടത് സീനിയേഴ്സായ ലാലേട്ടനും മമ്മൂക്കായും ഇവർക്കാണ്. കാരണം ദേ ആർ എഡ്യൂക്കേറ്റഡ്. അപ്പോൾ അവർ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയും അവരെ നന്നായിട്ട് അവരെ ഇത് വാൺ ചെയ്യുകയും ചെയ്യണം. ഇറ്റ് ഷുഡൻറ്റ് ഹാപ്പൻ. ബിക്കോസ് പുറത്തുള്ളവർ കേൾക്കുമ്പോൾ എന്നറിയാം, മലയാളം എന്ന് പറയുമ്പോൾ ആദ്യം അവർക്ക് മമ്മൂക്കായനെയും മോഹൻലാലിനെ ഇവരെ കൊണ്ടായിട്ടാണോ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? അവർക്ക് തന്നെ നടക്കേട്. അവർ തലപ്പത്തിരിക്കുന്നവരാണ്, അവരാണ് സീനിയർ ആർട്ടിസ്റ്റ്. അപ്പോൾ അവരുടെ കീഴിൽ ഞങ്ങളൊന്നും സേഫ് അല്ലേ? മറ്റു കാര്യങ്ങൾ ഇപ്പം മീനുവും ഇതുപോലുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളും തുറന്നു പറച്ചിലുകളുമായിട്ട് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇത് ഒരു ശുദ്ധീകരണത്തിന് ഇടയാക്കുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇത് നല്ലതായിട്ട് ഇപ്പോൾ തന്നെ അമ്മയിൽ ഇപ്പോൾ സ്ത്രീകൾ വരും തന്നെ എനിക്കറിയാം, മാറും. അപ്പം അത് നല്ലൊരു ശുദ്ധീകരണം തന്നെ നടക്കും. ഈ സീനിയേഴ്സിനെല്ലാം മാറ്റണം. ഞാൻ പറയുമ്പോൾ ഈ ലാലേട്ടനൊക്കെ മാറ്റണം. ലാലേട്ടൻ്റെ ഒക്കെ ഒരു സമയം കഴിഞ്ഞു. ആ ഒരു കാലത്ത് പഴഞ്ചൻ ഇതല്ല. കാരണം പുള്ളിക്കാരൻ ഇതിൽ റിയാക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഒരു കാര്യത്തിൽ റിയാക്ട് ചെയ്യാൻ കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ന്യൂ കയറി വരണം.
ഇതിലിപ്പം ആരോപണം ഉന്നയിക്കപ്പെട്ടവരിൽ പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് മുകേഷാണ്. മുകേഷ് രാഷ്ട്രീയക്കാരനാണ്, സർക്കാരിന്റെ ഭാഗമാണ്. മുകേഷിനെ ഞാൻ എടുത്തു പറയാം. ഇപ്പം എന്തായാലും ഞാൻ ഇത്രയൊക്കെ പറഞ്ഞല്ലോ. വീട് നന്നാക്കാൻ അറിയത്തില്ലാത്തവൻ എങ്ങനെ നാട് നന്നാക്കുന്നത്? സ്വന്തം 2 മക്കളെ ഉപേക്ഷിച്ച്, ആ ഭാര്യ സരിതേനെ ഉപേക്ഷിച്ച് മറ്റു പെണ്ണുങ്ങളുടെ കൂടെ ഇങ്ങനെ പുറകെ നടക്കുന്ന ഒരാളെ എങ്ങനെ MLA ആക്കി? ഈ കൊല്ലത്തെ ആൾക്കാരുടെ റിയലി ഫീൽ ഷെയിം. ഇങ്ങനെ ഒരാളെയാണോ നിങ്ങൾ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്? അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു, മുകേഷ് ചേട്ടാ ഈ ചെയ്യുന്നത് ശരിയല്ല. നിങ്ങളുടെ 2 കുട്ടികളെ പ്രസവിച്ച ഒരു ചേച്ചിയാണ് ആ സരിത ചേച്ചി. അവർ മലയാളി അല്ലായിരിക്കാം, എങ്കിലും നിങ്ങൾ ഒത്തുചേരും കേട്ടോ, നിങ്ങളിങ്ങനെ പിണങ്ങിയിരിക്കുന്നത് ശരിയല്ല എന്നുകൂടെ ഞാൻ അവരുടെ ഫാമിലിയെ ഒന്ന് യുണൈറ്റ് ചെയ്യാൻ നിങ്ങളെ ഞാൻ ശ്രമിച്ചതാണ്. അപ്പം ഇങ്ങനെ അതായത് വീട് നോക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഒരിക്കലും നാട് നോക്കാൻ പറ്റില്ല. അപ്പോൾ ഇദ്ദേഹം ഹീ ഈസ് നോട്ട് വർത്ത് ടു ബി എ MLA ഇൻ കൊല്ലം മത്സു. അത് ഞാൻ തുറന്നു പറയാണ്. അത് ഓരോരുത്തരുടെ നമ്മളെല്ലാവരും ചോറല്ല കഴിക്കുന്നത്, എല്ലാവരും ചോറ കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ലോജിക് ഉണ്ടാവണം, നമുക്ക് സ്വയം തിങ്ക് ചെയ്യാനുള്ള എല്ലാവർക്കും ഉണ്ടാവണം. അപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ടത് എന്താ? നല്ല ഭരണമാണ് വേണ്ടത് അല്ലേ? ഒരു വുമണൈസറിനെ പിടിച്ച് ഭരണം ഏൽപ്പിച്ചാൽ എങ്ങനെയുണ്ടാവും? ആ സ്റ്റേറ്റ് തന്നെ നശിച്ചു പോകും. അതുകൊണ്ട് നല്ല എഡ്യൂക്കേറ്റഡും നല്ല ബോൾഡായിട്ടുള്ള തറവാടി പിറന്നവർ എന്നവർ എന്തോരം പേരുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ. അവരെയൊക്കെ ഒതുക്കി വെച്ചിട്ട് ഇവരെ പോലുള്ള കയറി കഴിഞ്ഞാൽ എങ്ങനെ ആവും? അതുകൊണ്ട് ജനങ്ങൾ മൊത്തം നല്ലവർക്ക് വേണ്ടി നല്ല എഡ്യൂക്കേറ്റഡ് ആൾക്കാരെ സെലക്ട് ചെയ്ത് ഭരണം അവരെ ലയിപ്പിക്കുക. ജനങ്ങൾ മാത്രമല്ല, ഇടതു മുന്നണിയാണ് അദ്ദേഹത്തെ അവതരിപ്പിച്ചത്. ആദ്യഘട്ടങ്ങളിൽ സർക്കാർ ഈ നേരിട്ട് പരാതി നൽകിയെങ്കിൽ മാത്രമേ കേസ് എടുക്കത്തുള്ളൂ, ആ ഒരു നിലപാടായിരുന്നു. പിന്നീട് ഇപ്പം നിലവിൽ പറയുന്നത് താങ്കൾ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ ഈ സർക്കാരിൽ ഒരു നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? നീതി കിട്ടണം. കാരണം ഇന്ന് ജനങ്ങൾ മീഡിയയും എല്ലാം ഒരുമിച്ച് ഇറങ്ങി കംപ്ലീറ്റ് എന്നിപ്പോൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. കാരണം ഞാൻ മാത്രമായിരുന്നെങ്കിൽ ഒരു പക്ഷേ തള്ളിപ്പോയായിരുന്നേ. ഇത് ഞാനല്ലല്ലോ ആദ്യം വന്നത്. ഇതെല്ലാവരും വേറെ പെൺകുട്ടികളെല്ലാം വന്നപ്പോഴും ഞാനും ഇതിൽ സത്യമായിട്ട് വന്നതാണ്. അപ്പം തീർച്ചയായിട്ടും ഇതിൽ നീതി കിട്ടുമെന്നാണ് നമ്മുടെ പിണറായി സാറ് പറഞ്ഞത്. തീർച്ചയായിട്ടും ആരെയൊക്കെ ഏതൊക്കെ സ്ത്രീകളെ അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ അവർക്ക് മുമ്പോട്ട് വരാം. ഞങ്ങളതിന് എത്ര ഉന്നതനായാലും ഞങ്ങളതിന് ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പം പ്രൈം മിനിസ്റ്ററും ഇടപെട്ടിട്ടുണ്ട് അല്ലേ? ഫേസ്ബുക്കിൽ കണ്ടില്ലേ? എന്തെങ്കിലും സ്ത്രീകൾക്കെതിരെ എന്തുണ്ടായിട്ടില്ല ഞങ്ങളതിന് ആക്ഷൻ എടുക്കുമെന്നുള്ള കാര്യം. സോ പണ്ടത്തെ കാലമല്ല ഇപ്പോൾ ജനങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു. ജനങ്ങൾക്കപ്പോൾ ഇന്ന് എല്ലാ കാര്യവും A to Z ഇന്ന് ജനങ്ങൾക്കറിയാം. എന്താണ് വാട്ട് ഈസ് ഫിലിം ഫീൽഡ്, വാട്ട് ഈസ് ഫിലിം ആക്ടേഴ്സ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അവർ